എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഒരു വിശ്വാസിയുടെ അഥവാ ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ അവനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ജീവിതത്തിലുള്ള ദൈവിക ദാനമായ രക്ഷയുടെ സന്തോഷമാണ്. താൻ ദൈവപൈതലാണെന്നുള്ള തിരിച്ചറിവും തനിക്ക് ലോകത്ത് നഷ്ടപ്പെടുവാനൊന്നുമില്ലെന്നുള്ള ആ വെളിപ്പാടും വരുവാനിരിക്കുന്ന ഒരു വലിയ പ്രതിഫലത്തെക്കുറിച്ചും സ്വർഗീയ പൗരത്വത്തെക്കുറിച്ചും ദൈവത്താൽ ദാനമായി നൽകപ്പെട്ട പുത്രത്വത്തെക്കുറിച്ചുമുള്ള തിരിച്ചറിവ് ഒരുവനെ സന്തോഷഭരിതനാക്കുന്നു. രക്ഷയുടെ സന്തോഷം അതൊരു വിശ്വാസിയുടെ ഊർജമാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പഠിപ്പിക്കലുകളിൽ പ്രത്യേകമായി ഓർപ്പിച്ച വിഷയമാണ് സന്തോഷിക്കുക. പ്രത്യേക കഷ്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ, ആരാലും തിരിച്ചറിയപ്പെടാതെ പോകുന്ന അനുഭവങ്ങളിൽ, ലോകത്തിലെ നഷ്ടങ്ങളെ കണക്കിടാതെ, ഇന്നത്തെ അനുഭവങ്ങളെ കണക്കിടാതെ വരുവാൻ പോകുന്ന ഭാവികാല പ്രത്യാശയെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ, സന്തോഷിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് പ്രത്യാശ നൽകുന്ന കർത്താവ്, സകല സന്തോഷവും സമാധാനം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന കർത്താവ്, അതിനുവേണ്ടി തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്ന നമ്മുടെ പിതാവ്. ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം ഫിലിപ്പിയർക്ക് എഴുതി: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ദൈവം നൽകിയ പ്രത്യാശയും നാളെയെക്കുറിച്ചുള്ള തികഞ്ഞ കാഴ്ചപ്പാടും പ്രാപിച്ചവരെല്ലാം ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിയവരാണ്. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി
ക്രൂശിനെ സഹിച്ച നമ്മുടെ കർത്താവ് ഉയരത്തിൽ വെളിപ്പെടുന്ന വലിയൊരു സ്വീകരണത്തെ കണ്ടിട്ട് തുറക്കപ്പെട്ട സ്വർഗത്തിൽ തന്നെ എതിരേൽക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന യേശു കർത്താവിനെ കണ്ടിട്ട് കല്ലേറുകൾക്ക് നടുവിൽ സന്തോഷത്തോടെ ആത്മനിറവോടെ വീരമൃത്യു വരിച്ച സ്തെഫാനോസ് ആയിരക്കണക്കിന് വിശ്വാസവീരന്മാർ പ്രത്യാശയുടെ നിറവിലുള്ള സന്തോഷം പ്രാപിച്ച് അതിനെ മുമ്പിൽ കണ്ട് ഈ ലോകത്ത് നിന്ന് അവർ പ്രത്യാശ വെച്ച ഇടങ്ങളിലേക്ക് അവർ യാത്രയായി. പ്രിയമുള്ളവരെ, ഈ പകൽ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. നമ്മുടെ രക്ഷയുടെ സന്തോഷം നമ്മിലുണ്ടോ? നാളെ ഒരിക്കൽ വെളിപ്പെടുന്ന ഒരു സ്വർഗീയ പ്രതിഫലം എന്നുള്ളത് നമ്മെ ത്രസിപ്പിക്കാറുണ്ടോ? കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. നമുക്ക് നമ്മെ ഏറ്റവും കരുതുന്ന, വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. നമുക്ക് വേണ്ടി പ്രാണൻ വെച്ചു തന്ന ഒരു കർത്താവുണ്ട്. സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. സകലത്തെയും വഹിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വചനമുണ്ട്. ആത്മീയ ജീവിതത്തിൽ പിറകോട്ട് നോക്കാതെ മുൻപോട്ട് മാത്രം നോക്കി തെളിഞ്ഞ ഹൃദയത്തോടെ, വിടർന്ന കണ്ണുകളോടെ, ഉറച്ച കാൽവെപ്പുകളോടെ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.